എവർഗ്രീൻ കപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ നിന്ന് കിട്ടുന്ന ഒരു ടോർച്ച് ലൈറ്റ്, അതാണ് അതിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഒരു ടോർച്ച് ലൈറ്റ്, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അറൗണ്ട് ഒരു 150 റുപ്പീസാണ്, 175 റുപ്പീസിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. നമുക്ക് 2 പീസ് കോംബോ 300 റുപ്പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോർച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സിംഗിൾ പീസായിട്ടൊരു 250 റുപ്പീസിനൊക്കെ കിട്ടുന്നതാണ്. അപ്പം നമുക്കിത് ഒന്ന് നോക്കാം, ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കിതൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ടോർച്ച് എന്ന് പറയുന്നത്. ടോർച്ച് നമ്പർ 3 in 1 ആണ് ഈ ടോർച്ച്. അതായത് ഫസ്റ്റിലത്തെ ഇതെന്ന് പറയുമ്പോൾ തീരെ ചെറുതാണ്, നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ സൈസ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഒരു ബട്ടൺ വരുന്നത്. റീചാർജബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. ഈ ബോക്സിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അഡാപ്റ്ററും ചെറിയൊരു ചാർജിങ് കണക്ടർ മാത്രമാണ് നമുക്ക് കൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ടോർച്ച്. അപ്പോൾ ടോർച്ച് ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാം. ഇതാ ഫസ്റ്റത്തെ ഇതാണ്. രണ്ടാമത്തെ നമ്മൾ അതുപോലെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഇതാ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ യൂസ് ചെയ്യാനുള്ള ഒരു കറണ്ടൊക്കെ പോകുകയാണെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഒരു എമർജൻസി പോലെ ഉള്ളൊരു സൈഡിലൊരു LED ലൈറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ എത്ര ദൂരം ഇത് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. ഓക്കെ, ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇരുട്ടത്ത് വേണമല്ലോ പരീക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ഇരുട്ടത്തേക്ക് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ അത് ഓൺ ചെയ്യാം. ഇതാണ് ടോർച്ച്. അപ്പോൾ ഇതിന് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇത് നമ്മൾ മുകളിലേക്ക് താഴേക്ക് നമുക്ക് ഇങ്ങനെയാക്കാം. ഇതുണ്ട്, ഇത് ഇപ്പോൾ ഞാൻ താഴോട്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ കൂടിയതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇത് ഒന്നുകൂടി മേളിലോട്ടാക്കുകയാണ്. ഇങ്ങനെ വലിക്കുന്നുണ്ടോ, നമ്മുടെ ഫോക്കസിങ് പോയിൻ്റ് നമുക്കിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിന്. ഇനി അത്യാവശ്യം നല്ല ദൂരം തന്നെ കിട്ടുന്നതായിട്ട് കാണാം. നമുക്കൊരു വലിയ മരങ്ങളുടെ ഒക്കെ ആണെങ്കിൽ ഇതൊരു തേക്കിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ആവും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, കാണാം. അത്യാവശ്യം നല്ല ദൂരം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി ചാർജ് എത്ര നേരം നിൽക്കുമെന്നുള്ളത് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ അധികം പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മുടെ അത്യാവശ്യം ഒരു യൂസിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഈ ഒരു വിലയ്ക്ക് ഇത് വർത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചാർജ് പതുക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അധിക സമയമൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഒരു 10 to 15 മിനിറ്റൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ചാർജ് പവർഫുള്ളായിട്ട് നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ മതിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ചാർജ് ഞാൻ ഫുള്ളി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ അത്യാവശ്യത്തിനും നമ്മുടെ നോർമൽ ആവശ്യത്തിനെല്ലാം നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടാണെങ്കിലും നമുക്ക് കൊണ്ടു നടക്കാം. അത്യാവശ്യം രാത്രി യാത്ര ഉള്ളവർക്കും ഒക്കെ നമുക്ക് നടക്കാൻ പറ്റുന്നതാണ്. കണ്ടല്ലോ, ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്കിത് എപ്പോഴും. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ടോർച്ചിനെ കുറിച്ച് പറയാനുള്ളത്, ഈ മിനി ടോർച്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ ടോർച്ച്. നമുക്കിത് മേളിലോട്ടും ഇതുണ്ടോ, രണ്ടാക്ഷനിൽ ഇങ്ങനെ താഴോട്ട് വെക്കാം, മേളിലോട്ട് വെക്കാം. അനുസരിച്ചാണ് സർക്കിൾ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ, താങ്ക് യു.